ഹായ് ടീച്ചർ. ഹായ് കുട്ടികളെ, ഞാൻ ടീച്ചർ. കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർ ഇന്ന് കുട്ടികൾക്ക് ഒരു അടിപൊളി സ്റ്റാക്കിംഗ് ടോയ് ആണ് പരിചയപ്പെടുത്തുന്നത്. സ്റ്റാക്കിംഗ് ടോയിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പക്ഷെ അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഡോക്ടർ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ബിട്ടുവിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെല്ലാം. ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ബിട്ടു ഡോക്ടർ. കൂട്ടുകാരോട് ഇന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതിന് മുൻപ് അവ കഴുകാൻ പഠിക്കുക. സാധാരണയായി പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പുറംഭാഗത്ത് ഈ കോളി ബാക്ടീരിയ ഉണ്ടാകാറുണ്ട്. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതിന് മുൻപ് അവ നിരവധി കൈകളിലൂടെ കടന്നുപോകും. അതിനാൽ ശ്രദ്ധാപൂർവം കഴുകിയ ശേഷം മാത്രമേ അവ ഉപയോഗിക്കാവൂ. ഇന്നത്തെ കാര്യം മനസ്സിലായോ? ഇനി ടീച്ചറുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു പോവാം. കുട്ടികളെ, അപ്പോൾ ഡോക്ടർ ബിട്ടു എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ടീച്ചർ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് ഈ സ്റ്റാക്കിംഗ് ടോയെ പരിചയപ്പെടാം. ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് കളേഴ്സ് ആണല്ലോ പഠിച്ചത്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോയ് ആണിത്. ഈ ടോയ് കണ്ടോ, എത്ര കളേഴ്സാണ് ഇതിനകത്തുള്ളത്? ഒരുപാട് കളേഴ്സ് ഉണ്ട്. റിങ് കുറേ ഉണ്ട്. 1 2 3 4 5 6 റിങ്സ് ഉണ്ട്. പ്ലസ് ഒരു റിങ് ഉണ്ട്, അത് അതിൻ്റെ ബോട്ടമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കളേഴ്സാണ് ഉള്ളത്. ബ്ലൂ കളർ, ഗ്രീൻ കളർ, പിങ്ക്, യെല്ലോ, റെഡ്, ഓറഞ്ച്, അഗെയിൻ ഒരു പിങ്ക് കളർ. അതിൻ്റെ മുകളിൽ ടോപ്പായിട്ട് കണ്ടോ ഒരു ഡക്കിൻ്റെ ഷേപ്പിൽ ആ സ്റ്റാക്ക് ഫിക്സ് ചെയ്തിട്ട് ഒരു ഡക്കുണ്ട്. ഈ ഡക്കിൻ്റെ പ്രത്യേകത എന്താ? ഇതേത് കളറാ? ഓർമ്മയുണ്ടോ കുട്ടികൾക്ക്? യെസ്, യെല്ലോ കളർ. ഇത് യെല്ലോ കളറാണ്. ഇതിന് 2 കണ്ണുണ്ട്. ആൻഡ് അവിടെ ഒരു ഹോള് കണ്ടോ, ആ ഹോളാണ് ഈ സ്റ്റാക്ക് ഫിക്സ് ചെയ്യുന്നത്, ഇളകാണ്ട് ഫിക്സ് ചെയ്യുന്നത്. എത്ര റിങ്സ് ഉണ്ട് ഇതിൻ്റെ? 1 2 3 4 5 6 റിങ്സ് ഉണ്ട്. കണ്ടോ, ഓരോന്ന് ഏത് കളറാ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഓറഞ്ച്, റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ ആൻഡ് പിങ്ക് കളർ. അപ്പോൾ ഏറ്റവും വലിയത് ഈ ഒരു ഓറഞ്ച് കളറാണ്. ഇത് ഏതാ കളർ? ഇറ്റ്സ് റെഡ് കളറാണ്. ആൻഡ് അടുത്ത് വലിയ കളർ ഏതാണ്? യെല്ലോ കളർ. പിന്നെ കുറച്ചും കൂടി ചെറുതാവുന്നത് പിങ്ക് കളർ. ആ പിങ്കിൻ്റെയും കുറച്ചുകൂടി ചെറുതായിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ. അതിലും കുറച്ചും കൂടി ചെറുതായിട്ടുള്ളത് ഒരു ബ്ലൂ കളർ. അപ്പോൾ ഈ ബ്ലൂ കളർ നമ്മൾ എന്താണ്, ഇതേതാ ഷേപ്പ്? ഇത് സർക്കിളാണ് ഷേപ്പ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ വട്ടമുള്ള ഷേപ്പ്. നമുക്കിനി ഇത് സ്റ്റാക്ക് നമ്മുടെ ഈ ടോയിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ബ്ലൂ കളർ ഇട്ടു, പക്ഷെ എന്താ അത് കയറുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലായി ബ്ലൂ കളറിന് മുമ്പ് വേറെയും കുറച്ച് കളേഴ്സ് ഇടണം എന്ന്. നമ്മൾ എന്നിട്ട് നെക്സ്റ്റ് കളർ ഗ്രീൻ കളർ അതിലിട്ട് നോക്കുന്നു. പക്ഷെ എന്ത് പറ്റി? ഗ്രീനും ഫിക്സ് ആവുന്നില്ല. നമ്മൾ പിങ്ക് ഇട്ട് നോക്കുന്നു, അതും ഫിക്സ് ആവുന്നില്ല. എന്താ, താഴേക്ക് പോകുന്നില്ല അല്ലേ? നമ്മൾ യെല്ലോ കളർ ഇട്ട് നോക്കി, പക്ഷെ എന്താ കുറച്ച് ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട്. ആ ഫൈനൽ റിങ്ങുമായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ റെഡ് കളർ ഇട്ട് നോക്കി, ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ, റെഡ് കളർ അവിടെ വെച്ച് നോക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത റിങ് സ്റ്റാക്കിൽ ഫിക്സ് ചെയ്യുന്നു. അപ്പം നോക്കൂ, ഈ ഓറഞ്ച് കളർ എന്താ, റെഡ് കളറിനെയും കാട്ടി വലുതാണ്. അപ്പോൾ ഏതാണ് നമുക്ക് ഫൈനലായിട്ട് വരുന്നുള്ളത്? ഓറഞ്ച് കളറാണ്. മനസ്സിലായി. ഇത് നമ്മൾ അടുത്ത കളറ് നമ്മൾ അതിൽ ഫിക്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. യെല്ലോ കളർ വെച്ചു, പക്ഷെ യെല്ലോ കളർ വെച്ച് പിങ്ക് കളർ വെച്ചപ്പോൾ അതിനിടയിൽ ഗ്യാപ്പ്. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവയൊക്കെ മാറ്റി നമ്മൾ അടുത്ത കളറ് നമ്മൾ ഇതിൻ്റെക്ക് ഇട്ടു. ഓക്കെ, റെഡ് കളർ ഫിക്സായി. പക്ഷെ എന്താ, പിങ്ക് കളർ ഇടുമ്പോഴത്തേക്കും വീണ്ടും ഗ്യാപ്പ്. ആ ഗ്യാപ്പ് എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്? അതല്ല അവിടെ ഫിറ്റ് ആവുന്നത്. നമുക്ക് വേറെയും കുറേ കളേഴ്സ് അതിൻ്റെ ഇടയിൽ ഇടാനുണ്ട്, ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ബ്ലൂ കളർ ഇട്ട് നോക്കി, അതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ ഇടുമ്പോൾ എന്താ, ഫിക്സ് ആവുന്നില്ല. അത് മാറ്റി ഗ്രീൻ കളർ ഇട്ട് നോക്കി, അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ, യെല്ലോ കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറുതായിട്ടുള്ളത് പിങ്ക് കളറാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ എന്നിട്ട് ബ്ലൂ കളർ ഇട്ട് നോക്കുന്നു, പക്ഷെ ബ്ലൂ അല്ല ഫിക്സ് ആവുന്നത്, ഗ്രീൻ കളറാണ്. നമ്മൾ അതുപോലെ ബ്ലൂ കളറും ഫിക്സ് ആവുന്നു. ഇത് കണ്ടോ? അപ്പം നമുക്ക് എന്താ, ഒരു
ഓർഡർ കിട്ടി. കണ്ടോ, ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള റിങ്ങിന്റെ, അതായത് ഈ സർക്കിൾസിന്റെ ഒരു ഓർഡർ കിട്ടി നമുക്ക്. അപ്പൊ ഏതൊക്കെ കളറാ കിട്ടിയിട്ടുള്ളത്? യെല്ലോ കളറുള്ള ഡക്ക് നമുക്കുണ്ട്, ആൻഡ് ബ്ലൂ കളർ. അതിന് ശേഷമുള്ളത് ഗ്രീൻ കളർ, പിങ്ക്, യെല്ലോ, പിന്നെ അതിന് ശേഷം വരുന്നത് റെഡ് കളർ, അടുത്തത് ഓറഞ്ച് കളർ, പിന്നെ നമുക്കുള്ളത് പിങ്ക് കളർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കുട്ടികളെ. ടാറ്റ, ബൈ ബൈ. ഹായ്, ഞാൻ ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി വളർത്തിയെടുക്കാം.